പുതിയ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമകൾ പറയോ? പുള്ളി എന്ന് പറയുന്നത് 200ഓളം പടം, 40 സീരിയൽ. ഞാൻ ആക്ച്വലി പഠിച്ചോണ്ടിരിക്കും. അപ്പൊ പുതിയ പിള്ളേരല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഞെട്ടിക്കും. ഈ സിനിമയിൽ ഇവർക്ക് കറക്റ്റ് ക്യാരക്ടർ ആട്ടോ കാണുമ്പോ സിനിമ കറക്റ്റ് ക്യാരക്ടർ. ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള സിനിമയാണെന്ന് തോന്നുന്നു. എനിക്ക് കൊടുക്കറില്ല, വാങ്ങില്ല മാത്രം. ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 4 പേരെയും എക്സൈറ്റഡ് ആക്കിയുള്ള കാര്യം എന്താണ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഡോണേട്ടൻ തന്നെയാണ് ഇതിന്റെ. എനിക്ക് ഫസ്റ്റ് ഡോൺ മാക്സ് സർ ആണ്. ഡെയിലി 3 പടം കാണുന്നുണ്ട് ഈ കട്ട് ചെയ്യാൻ വേണ്ടി. ലൂസിഫറൊക്കെ നമുക്ക് മുമ്പ് ആദ്യം കാണുന്നത് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ കിട്ടിയിട്ടില്ലേ? ആദ്യം മനസ്സിലായില്ല, ആദ്യം ആരാണെന്ന് അറിയില്ല. പെട്രോമാക്സ് എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് പരിപാടി? ഇതൊരു ഡാർക്കും അത് ബേസ് ചെയ്തിട്ടുള്ള ഫിലിമാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു ടെക്നോ ത്രില്ലർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ അതിൻ്റെതായ ചില ഫാൻസി എലമെന്റ്സ് നമുക്ക് മൂവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ഷാജറിന്റെ പെർഫോമൻസ് ആയിരിക്കില്ല ഈ ഫിലിമിനകത്ത്. അതിനകത്ത് ഗ്യാരണ്ടിയാണ്. കാരണം ഈ മൂവിയുടെ എന്താണേലും പക്ഷെ ഷാജേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ ഇത്രയും വർഷമായിട്ട് വരുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഉള്ള എല്ലാവർക്കും ഒരു ഷോട്ട് കഴിഞ്ഞ് നേരെ പോയി മോണിറ്ററിൽ കാണാം. ഞാൻ കാണാറില്ല. എനിക്ക് നമ്മൾ ഫിലിമിൽ കണ്ട് ഡയറക്ടറുടെ വ്യൂ പോയിന്റിലൂടെ മാത്രം കണ്ടുകൊണ്ട് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മാക്സിമം മടിയാണ്. അപ്പോൾ എടുത്തത് മോണിറ്ററിൽ പോയി കാണുന്നില്ല. പക്ഷെ എന്നാലും വിളിച്ചിട്ടൊന്ന് ചേട്ടാ ഒന്ന് കണ്ടോളൂ എന്ന് പറയും. കാരണം ലാലേട്ടൻ ഒരു ഡാൻസർ ആയിട്ട് വരുന്ന ഒരു സിനിമയിൽ കമലതളം, അതിൽ എങ്ങനെയാണ് പുള്ളി ക്ലാസിക്കൽ ഡാൻസർ ആയിട്ട് ചെയ്തത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാനത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് പുള്ളിയുടെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതൊരു ക്ലാസ് എന്ന് കാരണം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വാനപ്രസ്ഥം കൂടെ കണ്ടോളൂ. സ്ലോ പടങ്ങൾ ഇഷ്ടമല്ല, പക്ഷെ അത്ര സ്ലോ ആണ്. എന്നാലും നടനെന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ട്. 30 years ആയിട്ട് നമ്മൾ സർവ് ചെയ്ത് നിലനിൽപ്പിലൂടെ പോകുന്ന ആളാണ്. അപ്പം നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, അയാള് മലയാള സിനിമയിൽ അയാളെ കൂടെ ഈ പറയുന്ന അയാളും മലയാള സിനിമയിൽ ആവശ്യമായ ഒരു ഘടകമാകുന്ന ഒരു ലിസ്റ്റുണ്ട്. ഈ ഇത്രയും നടന്മാർ ഇപ്പോൾ ഏത് കാസ്റ്റിങ്ങിലും ഒരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നമ്മൾ കയറി പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രീം. ഹീറോ അല്ല. അപ്പോൾ അയാൾ മലയാള സിനിമയിൽ മാറ്റി നിർത്താനാവാത്ത ഒരു സ്ഥാനമുണ്ട്. അവിടത്തേക്കുള്ളൊരു യാത്രയാണ്. ഹായ്, ഹലോ, നമസ്കാരം. സൈനാസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജന ജോസ് പ്രകാശ്. അറ്റുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ ക്രൂ മെമ്പേഴ്സ് ആണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ പോസ്റ്റർ കാണുന്ന സമയത്തും ട്രെയിലർ കാണുന്ന സമയത്തും ഇപ്പം ഇവിടെ വരുന്ന സമയത്ത് ബാക്കിലെ ലോഗോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഇരിക്കണേ. കാരണം ഇത്രയും കളർഫുള്ളായിട്ട് ഈ ഒരു ഐഡിയ ഒക്കെ എപ്പോഴും ഡോൺ സാറിന്റെ തലേന്നായിരിക്കും ഉദിച്ചിട്ടുണ്ടാവുക. സോ ഞങ്ങൾ എന്താണ് അറ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഈ കളർഫുൾ പരിപാടി തന്നെയാണ് കളർഫുൾ ഇൻ ദ സെൻസ് ഇതൊരു ഡാർക്കും അത് ബേസ് ചെയ്തിട്ടുള്ള ഫിലിമാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു ടെക്നോ ത്രില്ലർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ അതിൻ്റെതായ ചില ഫാൻസി എലമെന്റ്സ് നമുക്ക് മൂവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിയോൺ ലൈറ്റ്സ് ഒക്കെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇതാണ്. അല്ലെങ്കിൽ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ചില എലമെന്റ്സുകൾ, അതിൻ്റെ ഒരു ഹാക്കിങ്ങിൻ്റെ ആ ഒരു സെർവർ റൂം, അങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് ഇതിനകത്ത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇന്ന് ഈ പോസ്റ്ററിലൊക്കെ കാണുന്ന ചെറിയ എലമെന്റ്സ്. എന്നാൽ പടം ഒരു ടോട്ടലി ഒരു ഡാർക്ക് മൂഡാണ് അതിൻ്റെ ലൈറ്റിങ്ങും അതിൻ്റെ പാറ്റേൺ അല്ല. പക്ഷെ ഇതിൻ്റെ ഒരു ചില എലമെന്റ്സ് നമുക്ക് കുറച്ച് ഫങ്കി ആയിട്ടുള്ള എലമെന്റ്സ് വരുന്ന ഒരു ഇതാണ്. ഇതൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്. കൊമേഴ്ഷ്യൽ ഫിലിമാണ്. ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞങ്ങളിപ്പം ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ ഇത് സാധാ ഒരാൾക്ക് മനസ്സിലാകുമോ അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണോ, അങ്ങനെ ഒരു ചിന്ത വരും. ശരിയാ. പക്ഷെ അങ്ങനെ ഒരു ഇതല്ല. സാധാ ഒരു നോർമൽ ഒരു സിനിമ കാണുന്ന, അത്യാവശ്യം സിനിമ കാണുന്ന ഒരാൾക്ക് ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കും കാണാൻ പറ്റുന്ന ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്. ഓക്കെ, ഈ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ 4 പേരെയും ഇപ്പോൾ ഒരുപാട് കഥകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, സ്ക്രിപ്റ്റുകൾ വായിക്കുന്നുണ്ടാവും, സിനിമയിൽ ഇന്നാവുന്നുണ്ടാവും. ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ 4 പേരെയും എക്സൈറ്റഡ് ആക്കിയുള്ള കാര്യം എന്താണ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? വേറൊന്നും അതിനകത്തില്ല. നമ്മളൊരാള് സുരക്ഷിതമായ ഒരു കൈകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും സേഫാണെന്ന് തോന്നുന്നത്. അതേത് സിനിമയായാലും
ജീവിതത്തിലായാലും. അപ്പം നമുക്ക് ഒരു വിശ്വാസമാണ്. സിനിമ നല്ലതാവണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന കാത്തിരിപ്പാണ്. പക്ഷേ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ഡയറക്ടർ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് നമ്മളെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റുമെന്നും ആ സിനിമ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമെന്നും അതും ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്തിട്ടുള്ള എത്രയോ ഹിറ്റുകൾ എഡിറ്റ് ചെയ്ത ഒരു എഡിറ്ററും കൂടെ ആയതുകൊണ്ട് നമ്മളിവിടെ സേഫാണ്. ഡോൺ മാക്സ് തന്നെ. നിങ്ങൾ 3 പേരും ചോദിക്കുകയാണെങ്കിൽ ആകാശ് അത് പറയരുത്, അത് പറയരുത്. വേറെ പറഞ്ഞു. വേറെ ഇന്റർവ്യൂ പറഞ്ഞു വേണ്ട, അതല്ലാതെ എനിക്ക് വേറെ ഇല്ല. വേറെ ഡയറക്ടർ വേറെ ആലോചിക്കണം. കുഴപ്പമില്ല. ആകാശിന് പറയാം. അല്ല, ഡോണേട്ടൻ തന്നെയാണ് ഇതിന്റെ മെയിൻ കാരണം. പിന്നെ ഷാജോട്ടനും ഉണ്ട് ഈ പടത്തില്. അപ്പം എനിക്കിതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ശരിക്കും സാഹചര്യന്റെ ബാഗിൽ നമ്മുടെ ജയറാമേട്ടന്റെ പാട്ട് മ്യൂസിക് ഇട്ടാ കൊള്ളാത്ത എക്സ്പ്രഷൻ ആയിരുന്നു. അപ്പോ ഞാൻ ഇത് ഫാസ്റ്റ് കട്ട്സും പഠിച്ചതൊക്കെ ഞങ്ങൾ മറന്നുപോയി. ഓക്കെ, ഞാൻ വേറെ ചോദിക്കാം. ഇപ്പൊ ഞാൻ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ അത് ഭയങ്കര രസമായിട്ടുണ്ട് സ്ക്രീനിൽ. എനിക്കൊന്ന് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴും അത് ഭയങ്കര രസമായിട്ട് വരുന്നതാണ് തോന്നുന്നത്. സോ സാഹചര്യത്തിലൊരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പുള്ളിയായിട്ട് ആക്ട് ചെയ്യാൻ ഭയങ്കര ഫ്രീ ആണ്. പിന്നെ എത്ര സീരിയസ് റോളാണെങ്കിൽ പോലും പുള്ളി അത് കോമഡി ആക്കി നമ്മളെ ആ ഒരു ടെൻഷൻ നമ്മളെ അതിൽ നിന്ന് മാറ്റി. പിന്നെ ഇപ്പൊ ഒരു ഫ്രഷ് ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എന്തൊക്കെ ഇതിൽ പുതിയതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തരും. അത് മൈന്യൂട്ട് കാര്യം നമ്മുടെ മനസ്സിൽ പോകില്ലല്ലോ. പക്ഷെ പുള്ളി എന്ന് പറയുന്നത് 200ഓളം പടം, 40 സീരിയൽ, പിന്നെ കാര്യമൊന്നുമില്ല. ഞാൻ ആക്ച്വലി പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ പുതിയ പിള്ളേരല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഞെട്ടിക്കും. ഞാൻ പറയും ആക്ടിങ്ങില് ചില സാധനങ്ങളുണ്ട് എന്നൊക്കെ പറയും. ഞാൻ അവിടെ പോകുമ്പോ ഞാൻ ഇറങ്ങി മറ്റേ പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവരെന്നും എന്റെ കൂടെ തന്നെ റൂട്ടി സിനിമയിൽ വേഷം ചെയ്ത് പോകുന്നത്. അപ്പൊ കൂടെ നിൽക്കുമ്പോൾ അവനാണ് എന്റെ ഒരു ബലം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ നമ്മൾ മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കറിയാവുന്ന നമ്മൾ പഠിച്ച ഇത്രയും വർഷത്തെ നമുക്ക് കിട്ടിയ ആരുടെയും കയ്യിൽ നിന്ന് കിട്ടിയ അറിവുകൾ നമ്മൾ ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്യും. അത്രേ ഉള്ളൂ. അവർക്ക് വലുതാണ്. അവർക്ക് വലുതെന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല, അത് ഒരു എക്സ്പീരിയൻസ് എന്നേ പറയാൻ പറ്റും. ഇപ്പൊ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷെ ഇങ്ങനെ അഭിനയിക്കുമെന്ന് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇങ്ങനെയായിരിക്കാം, ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. അപ്പം അത് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. എനിക്ക് ഫസ്റ്റ് ഡോൺ മാക്സ് സാറാണ്. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. സെക്കൻഡ്, ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഡാർക്ക് വെബ്. അങ്ങനെ ഒരു മൂവിയിൽ നമ്മൾ പാർട്ടാവാൻ പറ്റുക ചരിത്രമാണല്ലോ, അതിലൊരു ഭാഗമാകാൻ പറ്റുക. ഇത് രണ്ടുമാണ് എന്നെ കൂടുതൽ എക്സൈറ്റിംഗ് ആക്കിയത്. ചരിത്രം എനിക്ക് ഈ സിനിമയിൽ ഞാൻ 45ഓളം പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തു. എനിക്കൊന്നു സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലിപ്പോ ഒരാളാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ആള് തന്നെ പറയൂ സിനിമയുടെ ഭാഗമായി. ലുലുവിലെ പോലെ എത്രയും പേർക്ക് ജോലി കൊടുത്തു. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, സാറിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നു നിയോ ഫിലിം സ്കൂളിൽ വെച്ചാണ്. ഈ സിനിമയിൽ ഇവർക്ക് കറക്റ്റ് ക്യാരക്ടർ ആട്ടോ കിട്ടിയിട്ടുള്ളത്. കാണുമ്പോ സിനിമ കാണുന്ന കറക്റ്റ് ക്യാരക്ടർ പറഞ്ഞു. അപ്പോൾ സാറിന് അവിടെ വെച്ചാണ് ആദ്യം കാണുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞപ്പോൾ സാറിനെ കാണാൻ പറ്റി. അപ്പോൾ സാറെന്താണെന്ന് അറിയുന്നത് ഞാൻ അവിടെ വെച്ചാൽ ഇതാണ് ഏത് മലയാള സിനിമയിലേക്ക് സ്പോട്ട് എഡിറ്റിംഗ് പരിപാടികളൊക്കെ കൊണ്ടുവന്നത് സാറാന്നും നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ മനസ്സിലായില്ല. ആദ്യം ആരാണെന്ന് അറിയില്ല. പെട്രോമാക്സ് എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് പരിപാടി? അല്ല, അത് അങ്ങനെയല്ല. അപ്പൊ സാറ് ഇതാണ് ആളെന്നൊക്കെ മനസ്സിലായി. അപ്പൊ പെട്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഓഡീഷൻ വന്നു. ഞാൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. പിന്നെ എനിക്ക് വിളി വരുന്നില്ല, ബാക്കി എല്ലാവർക്കൊക്കെ വിളി വന്നു. അപ്പം ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് പ്രൊഡക്ഷനിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ ഇന്ന പരിപാടി ഉണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. ഫൈറ്റ് പരിപാടിയുടെ ക്ലാസ്സിന് പോകാൻ പറഞ്ഞു ആ സമയത്ത് സാർ. അങ്ങനെ പോയി ഒരു 3-4 ദിവസം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതെ പരിപാടിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു
പരിപാടി പോയി, തീർന്നു. ഞാൻ ഈ പടത്തിലില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ചേഞ്ച് ഉണ്ട്, നിന്നെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു കഫേയിലേക്ക് വിളിച്ച് പറഞ്ഞു പരിപാടി അത് മാറി കുറച്ചും കൂടി ഒരു വലിയ പരിപാടി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാധനം പോയി, ഇനി എനിക്കില്ല എന്നുള്ളൊരു സാധനത്തിലാണ് സാറിന് ഞാനന്ന് കാണാൻ വന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പോയതല്ല, പുതിയ സാധനം കിട്ടിയോ, നല്ല സാധനം കിട്ടി. ഉള്ള സാധനം പോയിട്ട് പുതിയ സാധനം ഇവന്റെ ഇതേ പ്രസന്റേഷനാണ് സിനിമയിൽ കറക്റ്റ് ആയിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഇതിൽ തന്നെ ഈ ലാംഗ്വേജ് സ്റ്റൈലൊക്കെ അതെ. അപ്പോ അത് കഴിഞ്ഞിട്ട് ഒരു നറേഷനൊക്കെ തന്നു കഴിഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇന്നാവുന്നത്. നിങ്ങൾ 4 പേർക്ക് ഫൈറ്റ് സീൻ ഉണ്ടോ ഇതില്? എനിക്ക് ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സിനിമയാന്ന് തോന്നുന്നു. എനിക്ക് കൊടുക്കലില്ല, വാങ്ങല് മാത്രം. കിട്ടിയത് മാത്രമല്ല, കൊടുക്കാൻ പറ്റില്ല. കൊടുക്കുന്നതാ അവൻ ഓരോ 10 സെക്കൻഡിലും പുഷപ്പ് അടിച്ച് റെഡിയാക്കി നിർത്തും ഇടയ്ക്ക്. ഇപ്പൊ സാർ ഓൾറെഡി സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഓൾറെഡി ഫൈറ്റ് സീൻ ഉണ്ടാവും? ഡോണറ്റിനോ? പിന്നെ ഞാൻ അത് കൊറിയോഗ്രാഫി ഒക്കെ നേരത്തെ പഠിച്ചു തുടങ്ങി. ഫൈറ്റിംഗ് കൊറിയോഗ്രാഫിയും പരിപാടിയൊക്കെ പഠിക്കാൻ വേണ്ടി നേരത്തെ ക്ലാസ്. ഗ്രൂമിംഗ് സെഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് വെൽ ട്രെയിൻഡ് ആയിരുന്നു ഈ ഒരു പരിപാടി. ജസ്റ്റിസ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് വൈകി കുറച്ച് 10 പുഷപ്പ് എടുക്കാൻ പറയും. ഞാൻ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഫുൾ ബിൽഡ് ചെയ്തിട്ടായിരുന്നു ആ സമയത്ത്. മാക്സിമം ആ സമയത്ത് വണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും മാറി വരാൻ അവനത് ഹാർഡ് വർക്ക് ചെയ്ത് ഫൈറ്റ് പഠിച്ച്. അറിയുന്നില്ല. ഇപ്പം നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണം എന്ന് ചിന്തിക്കുന്നത്, ഇപ്പോൾ ഒരു സിനിമ മതി ഇവരുടെയൊക്കെ ലൈഫ് മാറാൻ വേണ്ടിയിട്ട്, ആ ഒരു തോട്ട് അത് ഉണ്ടായിരുന്നു? ഒരു ഞാൻ സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ഇനി പുതിയ ഒരുപാട് പേർക്ക് അവസരം കൊടുക്കണം, അങ്ങനെ ഒരു തോട്ടല്ല. ഇത് ഈ സബ്ജക്റ്റ് നമുക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് അല്ലേ. നമുക്കത് എങ്ങനെ ഇപ്പം നമ്മുടെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് എനിക്ക് കൂടുതലും ഞാൻ നോക്കിയിരുന്നത്. കാരണം നമുക്ക് ഓഡിഷൻസ് ആണെങ്കിലും ആ ക്യാരക്ടറിന് മാച്ച് ആകുന്ന ആണോ, ഞാൻ തന്നെ മാക്സിമം കൂടെ ഇരുന്നാണ് ഓഡിഷൻസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഏകദേശം അറിയാൻ പറ്റുള്ളൂ നമുക്കിത് ഒരാൾക്കത് എന്ത് ചെയ്യാൻ പറ്റും. ഇവർക്കൊരു എല്ലാം ഒരു ചാൻസ് കൊടുക്കുന്നതിനുപരി എന്താ പറയുന്നത്, എനിക്ക് എൻ്റെ ഫിലിമിന് ആക്ച്വലി അവർക്ക് എനിക്കത് യൂസ്ഫുൾ ആയി. അപ്പം അറ്റ് ദ സെയിം ടൈം അവർക്ക് അതിൽ നിന്നൊരു എക്സ്പോഷർ കിട്ടിയാൽ നമുക്ക് അത്രയും സന്തോഷം. കാരണം എല്ലാവരും ഈ 35 പേരോളം അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം, ഇൻക്ലൂഡിങ് ആകാശും ഓൾറെഡി ബോംബെയിൽ ആക്ടിങ് ട്രെയിനിങ് കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ആകാശിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. ആകാശിന് ഒരു പുതിയ ഹീറോ എന്ന് പറയുമ്പം ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോണർ ആയിരിക്കുമല്ലോ സ്റ്റോറി ലൈൻ പോകുന്നത്. ഇതെല്ലാം കൊമേഴ്ഷ്യൽ എലമെൻറ്റിലൂടെയും ആകാശിന് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിലും ആസ് എ ന്യൂ കമർ എന്നുള്ള രീതിയിലും ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. നമുക്കത് ചിലപ്പം സക്സസ് ആകാം, ഫെയിലിയർ ആകാം. അതിൽ ആകാശ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ആകാശ് പെട്ടെന്ന് എന്താ പറയുക, കാര്യങ്ങൾ പെട്ടെന്ന് ഒബ്സർവ് ചെയ്ത് ഇതായിട്ട് ചെയ്യും. പിന്നെ ഷാജേട്ടൻ നമ്മുടെ എന്താ പറയുക, ആദ്യത്തെ ഒരു പ്രോസസ്സ് തൊട്ട് ഷാജേട്ടനെ പരിചയപ്പെട്ടാന്നിട്ട് ഇപ്പം ഞങ്ങളിപ്പോൾ 3 വർഷം ആണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇന്ന് വരെ ഷാജേട്ടൻ കൂടെയുണ്ട്. ഷാജേട്ടൻ ചെയ്തിരിക്കുന്ന, ഷാജേട്ടൻ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പൊ എക്സാക്ട്ലി ഇപ്പൊ 1000 ബേബീസ് വന്നതിന് ശേഷമാണ് വേറൊരു ഷെയ്ഡ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച ഒരു ബിഗ് സ്ക്രീനിൽ ആ ഒരു ടൈപ്പ് ഓഫ് വന്നിരുന്നെങ്കിൽ, ട്രെയിലർ കാണുമ്പോഴും ഞാൻ പറയുകയും ചെയ്തു എനിക്കത് എങ്ങനെയായിരിക്കും അത് വരിക, ഞങ്ങൾ ആഗ്രഹിച്ച ഷാജേട്ടനുണ്ട് കണ്ടുവരുന്ന ക്യാരക്ടർ. അപ്പം കാസ്റ്റിംഗ് വരുന്ന ഞാൻ ചിന്തിച്ചത് എങ്ങനെയായിരിക്കും, 3 years മുമ്പായിരിക്കുമല്ലോ കാസ്റ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഷാജേട്ടനെ ആ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുന്നു എന്ന് ഒരു സർപ്രൈസിങ് ആയിരുന്നു. ഷാജറിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷാജറിൻ്റെ ഒരു പെർഫോമർ, ഹ്യൂമർ ചെയ്യുന്ന അല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു വലിയൊരു ചേഞ്ചാണ്. അതിനകത്തൊരു ഹ്യൂമർ എന്നുള്ള എലമെൻ്റ് ഇല്ല ഈ പടത്തിനാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പം അത് പിന്നെ ഷാജറിന് അതിനുവേണ്ടി ഭയങ്കര എന്താ പറയുക കൂടെ നിന്നു, ആ ക്യാരക്ടറിനെ മനസ്സിലാക്കി അതിനുവേണ്ടി ഒരു ഇപ്പം ചിലപ്പോഴൊക്കെ രാത്രിയിലൊക്കെ വിളിച്ച് ചോദിക്കും ഇങ്ങനെ ഞാൻ ഇതൊരു സംഭവം ഉണ്ട് അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ആ എല്ലാം ഷാജറിനൊരു പുതിയ ഒരു സ്റ്റുഡൻറ്റ് വരുന്ന പോലെയായിരുന്നു എന്നോട് ഇത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസിയായിരുന്നു ഷാജറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പിന്നെ ഷാജറിൻ്റെ നമ്മളിതുവരെ കണ്ടിട്ടുള്ള ഒരു ഷാജറിൻ്റെ പെർഫോമൻസ് ആയിരിക്കില്ല അതിനകത്ത് ഗ്യാരണ്ടിയാണ്. കാരണം മൂവിയുടെ വെർഡിക്ട് എന്താണേലും പക്ഷെ ഷാജേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും നയന ഒരു ഇതിനകത്ത് പ്രീതി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. നയനയും ഇവരെല്ലാവരും ഇതിനകത്ത് ആക്ച്വലി ഭയങ്കര ഇൻവോൾവ് ആയി.
സബ്ജക്റ്റിനകത്ത്. അത് ഒരു ഡയറക്ടർ എന്നുള്ള രീതി ഭയങ്കര ലക്കാണ് നമുക്ക്. ഇങ്ങനെ എല്ലാവരുടെയും ഒരു ഇൻപുട്ട് കിട്ടുക എന്ന് പറയുന്നത്. ഒരുപാട് യങ് ടാലൻസ് ഉണ്ട് ഇതിനകത്ത്. അല്ലാതെ പിന്നെ ശരൺജിത്ത് ഉണ്ട്. ശരൺ ആക്ച്വലി ഇപ്പോൾ ഒരു പുറത്തൊരു വിദേശ പ്രോഗ്രാമിന് പോയതുകൊണ്ടാണ് തിയേറ്റർ ആക്ടർ. ശരൺ ഒരു ചലഞ്ചിങ് റോളാണ് ശരണിൻ്റെ. ശരണും അതുപോലെ ഇത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ്, ഒരു ഗോഡൗണിനകത്താണ്. ഈ പറയുന്ന ഒരു എയർ സർക്കുലേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്പേസിലാണ് ഒരു മെജോറിറ്റി പോർഷൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ആർട്ടിസ്റ്റിനൊക്കെ ആണെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഇതൊക്കെ സഹിച്ച് നമ്മുടെ കൂടെ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഔട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. ആദ്യം വിചാരിച്ച ആ ഗോഡൗണാണ് ഡാർക്ക് വെബ് എന്ന് വിചാരിച്ചു. ഡാർക്കാണ്. ഓരോ ക്യാബിനുണ്ട്, ഇടനാഴികളുണ്ട്, എല്ലാം ലൈറ്റ് ചെയ്തിരിക്കുക. എല്ലാം വേറെ തരത്തിൽ ചെയ്തിട്ടുണ്ട്. റൂംസ് എല്ലാം റെഡ് റൂം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. ഇപ്പുറത്ത് വേറെ എല്ലാം സെറ്റാണ്. ഫുൾ ഒരു ഗോഡൗണിൽ 35 days 30 days ഒറ്റ ഗോഡൗൺ. അപ്പോൾ അതിനകത്തുള്ള ഈ അഭിനയിക്കാനുള്ള ഈ പിള്ളേർ, ഫിലിം സ്കൂളിലെ പിള്ളേർ ഡോണ് മക്കളെ കയറി വേടാന്ന് പറയുമ്പോൾ ഒരു ഗ്യാങ്ങിനകത്തേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓരോ പോർഷനിൽ നമ്മൾ വേറെ വേറെ അതിനകത്താണ് കഥ പൂർണ്ണമായിട്ട് നടക്കുന്നത്. നമ്മൾ പുറത്തിറങ്ങി എനിക്ക് തോന്നുന്നത് അതിന് ശേഷമാണ്. ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഒരു വേറെ ലൊക്കേഷനിലേക്ക് വയനാട്ടിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്തപ്പോൾ വേറെ ലോകമാണ്. ഗുരു എന്നുള്ള സിനിമയിൽ കണ്ണ് കാണില്ലേ, അങ്ങനെയല്ല. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. ഇപ്പം ഞാനൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. നമ്മുടെ സിനിമ അറ്റനായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കും. അപ്പം നിങ്ങൾ ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെൻഷൻ ചെയ്യല്ലോ അറ്റെന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇതിൽ ഇല്ലാത്ത ആളുകളുടെ പേര് നിങ്ങൾക്ക് പറയാം. ഓക്കെ. ഡയറക്ടർ കട്ട് എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനാവുന്ന ആരാണ്? ആരില്ല. അങ്ങനെ ആരും എല്ലാവരും കാരണം ഈ ഗോഡൗണിലല്ലേ, അപ്പം പൊടിയൊക്കെ അടിച്ച് ടൈം എടുക്കും, പെട്ടെന്ന് പോകാൻ പറ്റില്ല. വഴി പുറത്തേക്കുള്ള വഴി അറിയാൻ പാടില്ല. അതിനകത്തെല്ലാം ചാക്കുകൾ കൊണ്ട് വേറൊരു ഇതുണ്ട്. ചാക്കുകളിൽ വർക്ക് ചെയ്തൊരു ഡിസൈൻ കുറെ ദൂരം അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ദൂരങ്ങൾ ചാക്കിനകത്തൂടെ വേണം പോവാൻ. ഇതോടുകൊണ്ട് പുറത്തേക്ക് കഴിഞ്ഞ് ആരും അപ്രതീക്ഷിതാവാറില്ല. പിന്നെ പലപ്പോഴും പറയാറില്ല. അങ്ങനെ ലാസ്റ്റ് ആയിരിക്കും എല്ലാവരും പോവാ. ഓക്കെ. ഷൂട്ടിങ്ങിനിടയിൽ ഏറ്റവും കൂടുതൽ റീടേക്ക് ചോദിച്ച് വാങ്ങുന്ന ആരാ? ഇതെനിക്ക് ശരിയായില്ല, ഒന്നും കൂടി എടുക്കണം, അങ്ങനെ നിങ്ങൾ ആ ലിസ്റ്റിലില്ല? ഇതാണ് പുറത്തിറങ്ങി ചോദിച്ചിട്ട് ഒന്നും കൂടെ ശരിയായോ ശരിയായില്ല. സഞ്ജന ഒരു ഹീറോയിനാണ്. ആളാണ് കുറച്ച് റീടേക്ക്. സഞ്ജന ആക്ച്വലി ബാംഗ്ലൂരിൽ നിന്നാണ്. സഞ്ജന ചില കാര്യങ്ങൾ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ അത് ഒന്ന് റീകൺഫേം ചെയ്യും. ഓക്കെ ആണെങ്കിലും ചിലപ്പം ഓക്കെ ആണോ എന്നൊരു ചോദിക്കും. ഒരാവശ്യമില്ലാണ്ട് ചോദിച്ചു വാങ്ങി. ഓൾമോസ്റ്റ് എല്ലാ ഷോട്ടും ഓക്കെ ആണെന്ന് പറയും. ഓക്കെ ആണ്, ഒന്നുകൂടെ എടുത്താലോ, നന്നായിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ എടുക്കാം. പക്ഷെ ആക്ച്വലി നന്നായിട്ടില്ലെന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെ എടുക്കുന്ന ഒരാളാണ്. ഈ പൊതുവെ ആർട്ടിസ്റ്റ് പറയാറുണ്ട് നമുക്ക് മടിയാണ്. ഇപ്പൊ നമ്മുടെ പടം നമുക്ക് അത്രയും ക്ലോസ് സർക്കിൾ അല്ലാതെ ഒന്നും കൂടി എടുക്കാമെന്ന് ചോദിക്കാൻ ഒരു മടി ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് ചോദിക്കാൻ ഒരു മടി ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ ഇത്രയും വർഷമായിട്ട് വരുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഉള്ള എല്ലാവർക്കും ഒരു ഷോട്ട് കഴിഞ്ഞ് നേരെ പോയി മൗണ്ടിൽ കാണാം. ഞാൻ കാണാറില്ല. എനിക്ക് നമ്മൾ ഫിലിമിൽ കണ്ട് ഡയറക്ടറുടെ വ്യൂ പോയിന്റിലൂടെ മാത്രം കണ്ടുകൊണ്ട് വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മാക്സിമം മടിയാണ്. ഇപ്പോൾ എടുത്തത് മൗണ്ടനിൽ പോയി കാണില്ല, പക്ഷെ എന്നാലും വിളിച്ചിട്ടൊന്ന് ചേട്ടാ ഒന്ന് കണ്ടോളൂ എന്ന് പറയും. അപ്പോഴും ഒരു ആക്ച്വലി അവർ പറയുന്ന ഡയറക്ടർ പറയുന്നതാണ് കറക്റ്റ്. അയാളുടെ വിഷനിൽ അയാൾ കാണുന്ന ഒരു രീതിയാണ് കറക്റ്റ്. അതാണ് പണ്ട് പോലെ നമ്മൾ ഫോളോ ചെയ്തത്. മൗണ്ടനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയോ എന്തെങ്കിലും തോന്നിയാൽ നമ്മളിത് ചോദിക്കേണ്ടി വരും, ഒന്നുകൂടെ എടുക്കട്ടെ ചോദിക്കണ്ടേ. അപ്പം അതിലും ഭേദം നമ്മൾ ഉണ്ടായിരിക്കുന്ന അവർ കറക്റ്റായിട്ട് അറിയാം. ഇപ്പൊ ഓൾറെഡി ഇവര് അഭിനയിക്കുന്ന സമയത്ത് ഇവരെ വിസ്മയിപ്പിച്ച ഒരു ടേക്ക് തന്നെ കറക്റ്റാക്കി പെർഫോമൻസ് ഗംഭീരായിരുന്നു തോന്നിയിട്ടുള്ള ആരാണ് ഈ കൂട്ടത്തില്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട്. ഇപ്പൊ അമലാണേലും, അമലിന്റെ ഒക്കെ ചില സീക്വൻസുകളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീക്വൻസുകളുണ്ട്, ചെയ്യുമ്പോൾ ഫിസിക്കലി ഒക്കെ ബുദ്ധിമുട്ടി ചെയ്യേണ്ടതുണ്ട്. അപ്പം അതൊക്കെ അവര് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഒന്നും വീട്ടിലേക്കൊന്നും ആവശ്യം തോന്നുന്നില്ല, കാരണം അത്രയും നന്നായിട്ട്. അതുപോലെ ഷാജിച്ചേട്ടൻ, ആകാശ്, എല്ലാവർക്കും അവരുടേതായ ഒരു എന്താ പറയുക ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അത്
ഗംഭീരമായിട്ടുണ്ടോ? ഇപ്പൊ ഓൾറെഡി ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ ആർട്ടിസ്റ്റ് ആണ്, അപ്പോൾ ഓരോ ദിവസം നിങ്ങളുടെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് സിനിമ തന്നെയായിരിക്കും. അപ്പോൾ ഒരു ദിവസം ഒരു സിനിമയെങ്കിലും കണ്ട് ഉറങ്ങണം എന്നൊരു തീരുമാനം എടുക്കുന്ന ആളുകളുണ്ട്. കാരണം അത് നിങ്ങൾ പുതിയ മലയാളത്തിലാവാം, പുറത്തുനിന്നൊക്കെ ആവാം. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് ഉണ്ടാവില്ലേ? അതെങ്ങനെയാണ് ശരിക്കും നിങ്ങൾ ചെയ്യണേ? സമയമുണ്ടെങ്കിൽ സിനിമ കാണും, സമയമില്ലെങ്കിൽ കാണാൻ പറ്റില്ലല്ലോ. സാധാരണ ഒരുപാട് സിനിമകൾ കാണാറുണ്ട്. അത് മെയിനായിട്ട് വീട്ടിൽ ഇരിക്കുമ്പോഴാണ്. വീട്ടിൽ നമുക്ക് വേറെ ഫ്രീ ടൈം ഉള്ളപ്പോൾ മാത്രമാണ് ബാക്ക് ടു ബാക്ക് ഒരു 3-4 പടമൊക്കെ ഞാൻ കാണാറുണ്ട്. ഇംഗ്ലീഷ് മൂവീസ് ആയിരിക്കും, അല്ലെങ്കിൽ പുറത്തേതെങ്കിലും നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവീസ്. ഡെയിലി അങ്ങനെ അത് അങ്ങനെ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിന് നമ്മൾ ഹോംവർക്ക് ചെയ്യല്ലോ, പുതിയ പുതിയ കാര്യം. ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചേന്ന് മാറ്റി പിടിക്കണം, പുതിയത് ട്രൈ ചെയ്യണം. അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു ഹോംവർക്ക് ഉണ്ടാവില്ലേ? എനിക്ക് ഡോണായിട്ട് കുറച്ച് റെഫറൻസുകൾ കാണിച്ചു തന്നിരുന്നു. അതായത് സീക്വൻസ്, ഇപ്പൊ 5 സീക്വൻസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ മൂഡ്, എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്താണ് പുള്ളി എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം മാത്രമേ. അല്ല ഞാൻ അതിന് ഇരുന്നിട്ട് ഫുൾ പടമൊന്നും കണ്ടിട്ടില്ല. ഞാൻ ലോക്ക്ഡൌണിന്റെ ടൈമിൽ അത് ചെയ്യായിരുന്നു. അതായത് ഇരുന്ന് അതായത് നമ്മുടെ പണ്ടത്തെ ചെമ്മീൻ തൊട്ട് എല്ലാ മൂവീസും ഇരുന്ന് കാണായിരുന്നു. ആ സമയത്ത് എല്ലാ അപ്പോഴാണ് ചെമ്മീൻ കാണുന്നത്. ഞാൻ മെയിനായിട്ട് ഇരുന്ന് കണ്ടത് മോഹൻലാലിന്റെ പടങ്ങളായിരുന്നു. കാരണം ലാലേട്ടൻ ഒരു ഡാൻസർ ആയിട്ട് വരുന്ന ഒരു സിനിമയില്ലേ, അതിൽ എങ്ങനെയാണ് പുള്ളി ക്ലാസിക്കൽ ഡാൻസർ ആയിട്ട് ചെയ്തത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാനത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് പുള്ളിയുടെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതൊരു ക്ലാസ് എന്ന് കാരണം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വാനപ്രസ്ഥം കൂടെ കണ്ടോളൂ. സ്ലോ പടങ്ങൾ ഇഷ്ടമല്ല, പക്ഷേ അത്ര സ്ലോ ആണ്, എന്നാലും കാണണം. ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെമ്മീൻ കരിമീൻ കഴിച്ചുകൊണ്ടാണ് ചെമ്മീൻ കാണുന്നത് പറഞ്ഞത്. അപ്പൊ ലോക്ക്ഡൌണിൽ അങ്ങനെ എവറി ഡേ അല്ല, രാവിലെയും വൈകിട്ടും പണിയൊന്നും ഇല്ലല്ലോ. ഓരോ മൂവീസ്, പണ്ടത്തെ മൂവീസ്, അതേപോലെ തന്നെ 80s 90s പടങ്ങളൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പൊ അത് കാണുന്ന സമയത്ത് നമുക്കൊരു പുതിയ വിസ്മയാണ് നമ്മൾ പടം കാണുന്നു. പിന്നെ ഇപ്പൊ ഞാനിരുന്ന് ഫോഴ്സ്ഫുള്ളി ഇരുന്ന് നമ്മളുടെ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊറിയൻ സീരീസ് അല്ല, ഈ നമ്മളുടെ സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ പോലെ. എനിക്ക് അങ്ങനത്തെ ഡാർക്ക് പരിപാടികൾ പറ്റില്ല. ഞാൻ ഇവളുടെ സീൻസ് മാത്രം വൈറ്റിലെടുത്തു. പറഞ്ഞില്ല, ഡോൺ പറഞ്ഞില്ല, ഒന്നുമില്ല, ജസ്റ്റ് ഈ കേട്ടറിന്റെ ഇടയിൽ ഒരു മ്യൂസിക്, ഒരു പാട്ട്. എനിക്ക് അങ്ങനത്തെ മൂവീസ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് കരയുന്ന ഇത് വരികയാണെങ്കിൽ ഞാൻ ഇനി അവസാനം പേടിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്തു. ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, നമ്മള് വലിച്ച്. അഭിനയിക്കാൻ കുഴപ്പമില്ല, ഡബ് ചെയ്യാൻ നേരം നമുക്ക് പ്രശ്നം വരും, കാണാൻ നേരവും പ്രശ്നം വരും. അഭിനയിക്കാൻ കുഴപ്പമില്ല. വേറെ ആരെയും കൂടെ ഡബ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇല്ല ഞാൻ ചെയ്തു. അപ്പൊ ഞാൻ ഫോഴ്സ്ഫുള്ളി ഇരുന്ന് സീരീസ് കാണാറുണ്ട്. അതായത് ഇപ്പോ ടീനേജ്, നമ്മളുടെ യൂണിവേഴ്സിറ്റി സീരീസ്, അങ്ങനത്തെ സീരീസ് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം. അത് ഞാൻ ഇപ്പോൾ ഫോഴ്സ്ഫുള്ളി ഒരു ഇരുന്ന് സമയം വീട്ടിലിരുന്ന് കിട്ടുമ്പോൾ ഞാൻ ഇരുന്ന് കാണാറുണ്ട്. ഓക്കെ സർ, കണ്ടിന്യൂസ് കാണുമായിരുന്നു ഒരു ടൈമില്. അപ്പം ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് ഫുള്ളായിട്ട് റെഗുലർ ഒരു ഡെയിലി ഒരു അങ്ങനത്തെ പറ്റുന്നില്ല. നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി 3 പടം കാണുന്നുണ്ട് ഈ കട്ട് ചെയ്യാൻ വേണ്ടി. ലൂസിഫറൊക്കെ നമുക്ക് മുമ്പ് ആദ്യം കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം മുഴുവൻ സിനിമ കണ്ടിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. ഞാൻ ഹ്യൂമർ സിനിമകളായിരിക്കും കൂടുതൽ. കാരണം വെച്ചാൽ ഞാൻ ചിലപ്പോൾ സീരിയസ് സിനിമകളും വയലൻസ് ഉള്ള സിനിമകളും ഇംഗ്ലീഷ് അങ്ങനെയുള്ള പടങ്ങൾ എടുക്കാൻ ശ്രമിക്കും. പക്ഷെ വീട്ടിൽ സമ്മതിക്കില്ല. കാരണം ഈ ഉറങ്ങുന്ന സമയത്തിന് മുമ്പ് ഭാര്യയും മക്കളും ഒരുമിച്ച് ഒരു സിനിമ കാണൽ സ്ഥിരം പതിവാണ് ഭക്ഷണത്തിന് ശേഷം. അപ്പോൾ ആക്ച്വലി പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഭക്ഷണം ദഹിക്കാനുള്ള സമയം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ചില സിനിമ കണ്ടോട്ടും ദഹിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ അവരുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ആ സിനിമ കംപ്ലീറ്റ്. അപ്പോൾ കൂടുതൽ ഹ്യൂമർ സിനിമകളാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അവരെല്ലാവരും കൂടെ എൻജോയ് ചെയ്യും. ചിലപ്പോൾ ഹിന്ദി ആയിരിക്കാം, ചിലപ്പോൾ തമിഴായിരിക്കാം. നല്ല പടങ്ങളൊക്കെ ഒരുപാട് നേരത്തെ നോക്കി വെച്ച് അവർ കാണുന്നതിൻ്റെ കൂടെ വീട്ടിലാകുമ്പോൾ എല്ലാ ദിവസവും രാത്രി ഒരു സിനിമ എല്ലാവരും കൂടെ. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ടെൻഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ടായിരിക്കാം ഇങ്ങനെയുള്ള സിനിമകൾ, നല്ല ഫാമിലി അറ്റ്മോസ്ഫിയറുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ, രസകരമായ സിനിമകൾ കാണും. അതാണ് എൻ്റെ ശീലം. അല്ലാതെ ഇതിനു വേണ്ടിയുള്ള, ഞാൻ പൊതുവെ ഹ്യൂമർ ലൈനിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അതിനു വേണ്ടി ഒരു ഇത് ചെയ്യാറില്ല. നല്ല പെർഫോമൻസുള്ള സിനിമകൾ പറയുമ്പോൾ എടുത്ത് കാണും.
ഇപ്പൊ നമ്മള് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്കൊരു മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്ന സമയത്ത് പഴയ കോമഡി പടങ്ങൾ കാണുമ്പോഴാണ് ഒരു റിലീഫ് കിട്ടുക. അതിപ്പം ഇപ്പത്തെ കുട്ടികളായാലും പഴയ പടങ്ങൾ ഇരുന്ന് കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതെ, അത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവർ കാണണം. അവരല്ലെങ്കിൽ അത് വേറൊരു ലോകമല്ല അവർ കാണുന്നുള്ളൂ. ഒരിക്കലും ആക്ച്വലി ആകാശ് പോലും ഇപ്പൊ മോഹൻലാൽ ഡാൻസർ ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് നമ്മള് കമലദളം എന്നും ഈ പറയുന്നത് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഡാൻസ് ചെയ്യുന്ന കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നത് നമുക്ക് ലാലേട്ടൻ്റെ എല്ലാ വേഷവും നമ്മൾ കണ്ടു വന്നതല്ലേ ഒരു സമയത്ത്. അത് എല്ലാവരും എല്ലാ സിനിമകളും ആ സിനിമകൾ കാണും. ക്ലാസിക് സിനിമകളൊക്കെ അവിടെയാണ് കിടക്കുന്നത്. അതിന് പുതിയ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമകൾ പറയോ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമ? കുട്ടികൾക്ക് പുതിയ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ന്യൂ ജനറേഷനാണ് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് പറ്റും. അമീർ ഖാന്റെ ഒരു മൂവി ഉണ്ടായിരുന്നു, ജെൻസിക്ക് നമ്മുടെ പടമൊക്കെ കറക്റ്റ് ആയിരിക്കും. ഞാൻ എല്ലാ ദിവസവും സിനിമ കാണാൻ ശ്രമിക്കും. ചില ദിവസങ്ങളിലൊക്കെ കാണാൻ പറ്റും, അല്ലാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല. കാണാൻ ശ്രമിക്കും കൂടുതലും. സാജിച്ചേട്ടൻ്റെ ഉള്ളിലൊരു ഡയറക്ടർ ഉണ്ടോ? ഐ മീൻ ഇപ്പൊ എല്ലാവരും ഡയറക്ടറിലേക്ക് വരുന്നുണ്ട്. സാജിച്ചേട്ടൻ്റെ ഒരു സിനിമ ഡയറക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമോ? ഡയറക്ഷൻ എന്ന് പറയുന്നത് അതൊരു പ്രൊസീജിയർ, ഒരു സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ചിലപ്പോൾ ചിന്തിക്കാം, അല്ലെങ്കിൽ പലരും എന്നോട് പറയും, അല്ലെങ്കിൽ ഓഫർ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അതിൻ്റെ പുറകിൽ നമ്മൾ 1 ഇയർ ബിഫോറും 1 ഇയർ ആഫ്റ്ററും അതിൻ്റെ പുറകിൽ തന്നെ ആയിരിക്കണം. 3 വർഷം പിടിച്ചേക്കാനുള്ളൊരു സിറ്റുവേഷൻ നമുക്കുണ്ടാവില്ല. നമ്മളൊരു കരിയറിൽ നമ്മൾ ലക്ഷ്യം, ഒരു നടനെന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ട്. 30 years നമ്മൾ സർവേ ചെയ്ത് നിലനിൽപ്പിലൂടെ പോകുന്ന ആളാണ്. അപ്പം നമുക്കൊരു ടാർഗറ്റുണ്ട്. ഓക്കെ, അയാൾ മലയാള സിനിമയിൽ അയാളെ കൂടെ ഈ പറയുന്ന അയാൾ മലയാള സിനിമയിൽ ആവശ്യമായ ഒരു ഘടകമാകുന്ന ഒരു ലിസ്റ്റുണ്ട്. ഈ ഇത്രയും നടന്മാർ ഇപ്പോൾ ഏത് കാസ്റ്റിങ്ങിലും ഒരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നമ്മൾ കയറി പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രീം. ഹീറോ അല്ല. അപ്പോൾ അയാൾ മലയാള സിനിമയിൽ മാറ്റി നിർത്താനാവാത്ത ഒരു സ്ഥാനമുണ്ട്. അവിടത്തേക്കുള്ളൊരു യാത്രയാണ്. അതിനിടെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വഴിതിരിഞ്ഞ് പോയാൽ ചിലപ്പോൾ അവിടെ ഇത്രയും വർഷത്തെ നമ്മുടെ പൊതുവെ നമ്മൾ കാണാൻ മലയാള സിനിമയിൽ അച്ഛൻ നടനാണെങ്കിൽ മക്കളും അഭിനയത്തിലേക്ക് വരും, സംവിധായകനാണെങ്കിൽ സംവിധാനം ചെയ്യും. ആകാശ് അങ്ങനെ ഒരു എപ്പോഴെങ്കിലും സംവിധാനത്തിലേക്ക് വരണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് എപ്പോഴും കാണാൻ പറ്റും? അറിയില്ല, അതിപ്പോ ജോണി അനുസരിച്ചിരിക്കില്ലേ. ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇതാണ് എല്ലാം തീരുമാനിക്കാൻ ഇറങ്ങട്ടെ. ഓക്കെ, തിയേറ്ററിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അറ്റെന്ന സിനിമ കാണാനുള്ള 3 കാരണങ്ങൾ പറയുകയാണെങ്കിൽ ചൂടോടെ പടപടെ പറയണം. ആദ്യത്തെ മലയാളത്തിലെ ഡാർക്ക് വെബ് പടം. ഓക്കെ. പിന്നെ ഇതിന്റെ മേക്കിംഗ് ആണ് ഇതിന്റെ മെയിൻ USP. ഒരു സൈബർ പങ്ക് വിഷ്വൽസ് ആയിരിക്കും. 3ആയി. ഏറ്റവും നല്ല സൗണ്ട്, ഏറ്റവും VFX ഏരിയ, അതുപോലെ ഈ പറയുന്ന ക്യാമറ സൈഡ്, പിന്നെ നമ്മൾ കാണാത്തൊരു ലോകം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പൊ കണ്ടുവരാൻ ചുമച്ചുകൊണ്ട് ബാക്കിയൊക്കെ ഞങ്ങൾ പറഞ്ഞു. മെയിനായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആയി. പിന്നെ ഇതിൻ്റെ ഒരു പാറ്റേൺ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, പിന്നെ സൗണ്ട്, ഇത് 3ഉം നമ്മുടെ USP ആണ്. ഓൾറെഡി ട്രെയിലർ വന്നപ്പോഴേ എഡിറ്റിങ്ങിനെ കുറിച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ടാണ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ എപ്പോഴും ചെയ്യുന്ന സിനിമ തന്നെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതൊരു നിർബന്ധമാണ്? ഇപ്പം നമ്മുടെ മനസ്സിലായിരിക്കില്ല ഒരു കഥയുടെ പോക്ക്, അതൊരു നിർബന്ധം ഉണ്ടായിരുന്നോ? അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ ഇതൊരു കുറച്ച് ടൈം എടുക്കുന്ന ഒരു വർക്കാണ് ഈ ആക്ട്. അപ്പോൾ അതിനകത്ത് ഒരു വേറെ ഒരാളുടെ കൂടെ ഒത്തിരി ടൈം ചിലപ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ടൈം ഡിമാൻഡ് ചെയ്യുന്നൊരു ഫിലിമായിരുന്നു. അതിൻ്റെ ഒരു റഫ് കട്ട് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു 3 മാസം എടുത്തു. അത്രയും അതിനുശേഷം ഡബ്ബ്, പിന്നെ ഫൈനൽ ട്രിമ്മിങ്, അങ്ങനെ ഒരു പ്രോസസ്സ് കുറച്ച് വലുതായിരുന്നു. കാരണം അതിൽ ഒത്തിരി ഫുട്ടേജസ് കൂടുതലാണ്, ക്യാരക്ടേഴ്സ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എഡിറ്റിംഗ് ടേബിളിൽ ടൈം എടുക്കേണ്ട ഒരു ഫിലിമായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ തന്നെ ചെയ്യാം. കാരണം ഇതിന് ഒരു എന്താ പറയുക, ഒരു ഓൾമോസ്റ്റ് ഡെയിലി നമുക്ക് ഇതിനകത്തൊരു റിവിഷൻ ചെയ്യേണ്ട ഒരു ഫിലിമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ.
ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും അറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 2 ഡേയ്സ് ആയിട്ട് അറ്റിൻ്റെ പ്രൊമോഷനായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ്. സോ ഇതൊരു വലിയ വിജയമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് പുതിയ ഒരുപാട് കാര്യങ്ങൾ തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വരട്ടെ, വലിയൊരു ഹിറ്റ് ആവട്ടെ. ആൻഡ് പുതിയതായിട്ട് ഒരുപാട് പേര് ഈ സിനിമയുടെ ഭാഗമാവുന്നുണ്ട്. അവർക്കൊരു നല്ല തുടക്കമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഞാനുണ്ടാവും. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.